നമസ്കാരം. കാലവർഷക്കെടുതിയിൽ കവിയൂർ പഞ്ചായത്തിലും തിരുവല്ല നഗരസഭാ പരിധിയിലും വൻ കൃഷിനാശം. വെള്ളം ഒഴുകി മാറാൻ ഇടമില്ലാതെ ആയതോടെ 250 ഏക്കറോളം വരുന്ന നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന കവിയൂർ പുഞ്ചയുടെ പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി. വെള്ളപ്പൊക്കം മൂലം 4 വീടുകളിലുള്ള 17 പേരെ പടിഞ്ഞാറ്റും ചേരി LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. കറ്റോട് ഭാഗത്ത് ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിലായ 1200 മൂട് വാഴകൾ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. കുലവിരിഞ്ഞ മിക്ക വാഴകളുടെയും കൈകൾ പഴുത്തൊടിഞ്ഞു. ഇവ മൂടളിഞ്ഞ് ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ഇത് ഒഴിവാക്കാനായി കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ രാസവള പ്രയോഗം നടത്തുന്നുണ്ട്. പക്ഷേ ഇത് ഫലപ്രദമാകും എന്ന് പ്രതീക്ഷയില്ല. കവിയൂർ പുഞ്ചയുടെ ഭാഗമായ ഇവിടെ നിന്നും വെള്ളം ഒഴുകി മാറിയിരുന്നത് കുറ്റപ്പുഴ തോട് വഴിയായിരുന്നു. കുറ്റപ്പുഴ കാട് വളർന്ന് മാലിന്യങ്ങൾ മൂടിയും നീരൊഴുക്ക് നിലച്ച നിലയിലുമാണ്. മണിമലയാറ്റിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തെ നിയന്ത്രിക്കാൻ കറ്റോട് തോട്ടിൽ ഷട്ടർ സ്ഥാപിച്ചിട്ടുണ്ട്. നദിയിലെ ജലനിരപ്പ് ഉയരുമ്പോഴും താഴുമ്പോഴും ഇത് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിനായി മൈനർ ഇറിഗേഷൻ വകുപ്പ് ഒരാളെ നിയമിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം തനിയെ നടത്താൻ അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കാറില്ല. അപ്പോഴൊക്കെ കൃഷിക്കാർ ചേർന്ന് സഹായിക്കുകയാണ് പതിവ്. ഈ ഷട്ടറിന്റെ പാളികൾ തുരുമ്പെടുത്ത് ദ്രവിച്ച നിലയിലാണ്. ഇതിലൂടെ വെള്ളം ഇരച്ചു കയറുന്നത് മൂലം കവിയൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പല ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ചത് ഇതിനു മുമ്പ് ഇത് മുഴുവൻ കാട് കയറി കിടക്കുകയായിരുന്നു. ഈ സ്ഥലം 1 ലക്ഷം രൂപ മുടക്കി ഇതിനകത്തെ കാടും തോടും വെട്ടി ഏത്തവാഴ വെച്ചത്. ഈ ഏത്തവാഴ വെക്കുന്നതിന് ഏകദേശം ഇപ്പം ഇതുവരെ 4 ലക്ഷം രൂപ ചിലവുണ്ട്. ഒരു വാഴയ്ക്ക് 400 രൂപ ഇതുവരെ ആയിട്ടുണ്ട്. ഈ വെള്ളം കയറുന്നതിൻ്റെ കാരണം കുറ്റപ്പുഴത്തോട് തെളിക്കാത്തതുകൊണ്ടാണ് ഈ വെള്ളം കയറുന്നത്. ആറ്റി വെള്ളം കളന്നു കഴിയുമ്പോൾ ഈ ഷട്ടറിനകത്തൂടെ വെള്ളം കയറി ഈ ആഞ്ഞിലിത്താനം മുതൽ കുന്നന്താനം മുതലുള്ള വെള്ളം ഈ കണ്ടെത്തി വന്ന് തിങ്ങും. ഈ വെള്ളം ഇറങ്ങി പോകണമെങ്കിൽ ആരിലെ വെള്ളം താണെങ്കിൽ ഷട്ടർ പൊക്കിയെങ്കിലേ വെള്ളം പോകത്തുള്ളൂ. ഈ ഷട്ടർ പൊക്കാൻ പോലും ഈ വാഴക്കൃഷി ചെയ്യുന്ന ഞങ്ങൾ ആളിനെ കൊണ്ടൊന്ന് വേണം. ഞാലി കണ്ടെത്തിയ ആളിനെ കൊണ്ടൊന്ന് വേണം ഈ ഷട്ടർ പൊക്കാൻ. അവിടെ ഒരു പയ്യനുണ്ട്, അവനെ കൊണ്ട് തന്നെ അത് പൊക്കാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ദിവസവും ഞങ്ങളിങ്ങനെ പൊക്കിയ ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങിപ്പോകുന്നത്. ഇതാണ് ഈ കൃഷിയുടെ ബുദ്ധിമുട്ട്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഭരണാധികാരികൾ തിരുവല്ല മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തെങ്കിലേ ആ തോട് തെളിക്കാൻ പറ്റൂ. തോട് മുഴുവൻ കയ്യേറ്റക്കാരുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. മരങ്ങളും എല്ലാം കൊണ്ട് നിൽക്കുക. എന്നാലും ഒരു തോട് തെളിക്കണമെങ്കിൽ ഭരണാധികാരികളും ഇപ്പോഴത്തെ MLAയും മുൻ MLAയോട് ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ MLA ഒക്കെ മുൻകൈ എടുത്ത് അത് സന്ദർശിച്ച് അവിടെ ആ ഭാഗത്തുള്ള മുനിസിപ്പാലിറ്റിയിലുള്ള ആളുകളെ കണ്ട് അതിന് തഹസിൽദാരോ RDOയോ വില്ലേജ് ഓഫീസർമാരോ ആരെങ്കിലും അതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ ഇനിയുള്ള കാലം ഈ കൃഷി ഇതോടുകൂടി നമ്മൾ നിർത്തും. നമ്മുടെ ഒരു ആഗ്രഹത്തിന് ചെയ്തതാണ്. ഓണത്തിന് കുറേ കൊല വെട്ടി വയ്ക്കാം എന്നുള്ള കാഴ്ചപ്പാടിൽ ചെയ്ത. പക്ഷേ ഇതാ സ്ഥിതി. ഇന്നിപ്പോൾ ഡോളോമൈറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചാക്കിന് 300 രൂപ 25 കിലോ ഡോളോമൈറ്റിൻ്റെ വില. ഇതാ 6ാമത്തെ വളവായി. ഇന്ന് ഒരു പണിയാരന് 1200 രൂപയും ശാപ്പാടും മേടിച്ചുകൊണ്ട് കൊടുത്തെങ്കിലേ ഇവിടെ പണിയത്തുള്ളൂ. ഇത്രയും ഉൾപ്രദേശമായതുകൊണ്ട് വെള്ളം വരെ കൊണ്ട് കൊടുക്കണം. ഈ വെള്ളക്കുപ്പി കൊണ്ടുവച്ചിരിക്കുക. ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ കൃഷിയൊക്കെ നടത്തുന്നത്. ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ ചുറ്റും വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഒരു മഴ പെയ്താൽ ഞങ്ങൾക്ക് കരയ്ക്കോട്ട് കയറി പോകാൻ മേലാത്തൊരവസ്ഥയാണ്. റോഡും താന്ന് കിടക്കുന്നു. ഈ വെള്ളം ഒഴുകി പോകാനായിട്ടുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ല. ഈ തോടുകളെല്ലാം തെളിച്ച് വൃത്തിയാക്കി തന്നാൽ മാത്രമേ ഞങ്ങളിവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ മാറത്തുള്ളൂ. ഒരു രോഗി വയ്യാതെ കിടന്നാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള യാതൊരു നിവൃത്തിയുമില്ല. ഇപ്പം എൻ്റെ ഭർത്താവ് തന്നെ സുഖമില്ലാത്ത ഒരാൾ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിരുന്നു. ഈ വെള്ളം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇന്നലെ കൊണ്ടുപോയില്ല. അതുപോലെ എല്ലാം കുഞ്ഞുങ്ങൾക്കാണേലും സ്കൂളിൽ പോകാനും എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ക്യാമ്പിനെ ആശ്രയിക്കേണ്ടി വരിക. ഒരു രോഗി അവിടെ കിടന്ന് മരിച്ചാലും എടുത്താലും എന്താണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എത്രയും വേഗം ഞങ്ങൾക്ക് ഇത് പരിഹരിച്ച് തരും. ഞങ്ങളുടെ റോഡ് കളത്തി തരിക. ആദ്യമേ ഞങ്ങളുടെ മുറ്റത്തും പറമ്പിലും വെള്ളം കയറുന്നതിനേക്കാൾ തലക്കെ റോഡാണ് മുങ്ങുന്നത്. ആ റോഡ് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ല. ഒരു കനാലുള്ളതെന്ന് പറഞ്ഞാൽ അപ്പടിയും പായലും കയറി തെന്നി വീഴുന്ന ഒരവസ്ഥയാണ് മഴയായാൽ. പിന്നെ അല്ലെ ഒരു സ്ലാവ് വാർത്ത് ഈ ഇതിൻ്റെ പുറത്തൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കനാലേ കൂടെ പോകാനുള്ള സൗകര്യമുണ്ട്. ഇതൊന്നും ഞങ്ങൾക്കില്ല.